അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 1ാം ഭാഗത്തിലെ 12ാമത്തെ പാഠം ഖവായിദുർ റാ, അതായത് ഖവായിദു തഫ്ഖീമുർ റാഇനെ തഫ്ഖീം ചെയ്യൽ 5 സന്ദർഭങ്ങളിലാണ് പറഞ്ഞു. ആ 5 സന്ദർഭങ്ങളിലൂടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പഠിക്കാനുള്ള വളരെ എളുപ്പമായിട്ട് നമുക്ക് നോക്കാം. റാഇനെ തഫ്ഖീം ചെയ്യേണ്ട സ്ഥലങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഉണ്ടാവും. ഒന്ന്, റാഇൻ്റെ ഹർക്കത്ത് ഫത്ഹോ ലമ്മാവുക. റാഇൻ്റെ ഹർക്കത്ത് എന്താകുക? ഫത്ഹോ ലമ്മാവുക. അവിടെ റഫഅ റുസുല്, അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? തഫ്ഖീം ചെയ്യണം. റാഇന് ഫത്ഹോ ലമ്മായിരിക്കുക എന്നുള്ള. രണ്ടാമത്തെ, സുക്കൂനുള്ള റാഇന് മുമ്പ് ഫത്ഹോ ലമ്മാവുക. സുക്കൂനുള്ള റാഇന് മുമ്പ്, റാഇന് സുക്കൂനാണ്, അതിൻ്റെ മുമ്പ് ഫത്ഹോ ലമ്മ ആവുക. അതുപോലെ ഫുർഖാൻ, റാ സുക്കൂനാണ്, അതിന് മുമ്പ് ലമ്മ വന്നു. മർസദ്, റാ സുക്കൂനാണ്, അതിൻ്റെ മുമ്പ് എന്ത് വന്നു? ഫത്ഹ് വന്നു. ആ രൂപത്തിൽ റാഇന് മുമ്പ്, സുക്കൂനുള്ള റാഇന് മുമ്പ് ഫത്ഹോ ലമ്മാവുക. ഇനി 3ാമത്തെ നിയമം, സാക്കിനായ റാഇന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാവുകയും അതിൻ്റെ മുമ്പുള്ളതിന് ഫത്ഹോ ലമ്മ ആവുകയും ചെയ്യുക. സാക്കിനായ റാഇന് മുമ്പുള്ളതിന് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള റാ, അതിന് മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂന്. അപ്പോൾ സാക്കിനായ റാഇന് സുക്കൂന്, അതിന് മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂന്, അതിന് മുമ്പുള്ളതിന് ഫത്ഹോ ലമ്മ ആവുക. ഉദാഹരണം നോക്കാം. ഷഹ്ർ, ഫജ്ർ, ഖുസ്ർ, യുസ്ർ. ഇവിടെയൊക്കെ നോക്കിയാൽ റാ സുക്കൂനാണ്, റാഇന് മുമ്പുള്ള ഹാഇന് സുക്കൂനാണ്, അതിന് മുമ്പുള്ളതിന് ഫത്ഹ് വന്നു. ഫജ്ർ എന്നുള്ളത് റാഇന് സുക്കൂനാണ്, അതിന് മുമ്പുള്ള ജീമിന് സുക്കൂനാണ്, അതിന് മുമ്പുള്ളതിന് ഫത്ഹ് വന്നു. ഖുസ്ർ എന്ന് പറയുമ്പോൾ റാ സുക്കൂന്, റാഇന് മുമ്പുള്ളതിന് സുക്കൂന്, അതിന് മുമ്പുള്ളതിന് ലൊമ്മ്. യുസ്ർ എന്ന് പറയുമ്പോൾ റാ സുക്കൂനാണ്, റാഇന് മുമ്പുള്ളതിന് സുക്കൂന്, അതിന് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മായിട്ട് വന്നു. അത് 3ാമത്തെ നിയമം, സാക്കിനായ റാഇന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാവുകയും അതിൻ്റെ മുമ്പുള്ളതിന് ഫത്ഹോ ലമ്മ ആവുക. ചുരുക്കി പറഞ്ഞാൽ റാഉം സുക്കൂനാണ്, അതിന് മുമ്പും സുക്കൂന്, ശേഷം ഫത്ഹോ ലമ്മ വരിക എന്നുള്ളത്. 4ാമത്തേത്, സുക്കൂനുള്ള റാഇന് മുമ്പുള്ള കെസ്റ് ആരിദോ മുൻഫസിലോ ആവുക. സുക്കൂനുള്ള റാഇന് മുമ്പ് കെസ്റ് ആരിദോ മുൻഫസിലോ. ഏതുപോലെ ഇർജിഇ, അത് ഏതിന് ഉദാഹരണമാണ്? ആരിദായ കെസ്റിന് ഉദാഹരണമാണ്. അടുത്തത് അല്ലദി ഇർതള, മുൻഫസിലായിട്ട് വന്നു. അല്ലദി എന്നുള്ളതിലാണ് കെസ്റുള്ളത്. ഇർത്തദ എന്നുള്ള മറ്റേതിലാണ് ഏത് വരുന്നത്? റാ സുക്കൂനായിട്ട് വരുന്നത്. അപ്പോൾ റാ സുക്കൂനായിട്ട് ഒരു പദത്തിലും അതിന് മുമ്പ് മറ്റൊരു പദത്തിൽ കെസ്റായിട്ട് വരിക. അങ്ങനെ വന്നാലും റാഇന് എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്? തഫ്ഖീം ചെയ്തോളണം. 5ാമത്തെ നിയമം, സാക്കിനായ റാഇന് മുമ്പ് കെസ്റാവുകയും ശേഷം ഇസ്തിഅലാഇൻ്റെ ഹർഫ് ഉണ്ടാവുകയും ചെയ്യുക. സാക്കിനായ റാഇന് മുമ്പ് കെസ്റ്, സാക്കിനായ റാഇന് മുമ്പ് കെസ്റാവുകയും ശേഷം ഇസ്തിഅലാഇൻ്റെ ഹർഫാവുകയും ചെയ്യുക. അതുപോലെ മിർസാദ്, തിർത്താസ് പോലെ മിർസാദ്. കേട്ടോ, റാ സുക്കൂനാണ്, റാഇന് മുമ്പ് കെസ്റാണ്, ശേഷം റാഇന് ശേഷം ഇസ്തിഅലാഇൻ്റെ അക്ഷരം വന്നു. തിർത്താസ്, അവിടെ കണ്ട റാ സുക്കൂനാണ്, റാഇന് മുമ്പുള്ളതിന് കെസ്റാണ്, ശേഷം എന്ത് വന്നു? ഇസ്തിഅലാഇൻ്റെ അക്ഷരം വന്നു. അപ്പോൾ 5ാമത്തെ നിയമം, സാക്കിനായ റാഇന് മുമ്പ് കെസ്റാവുകയും ശേഷം ഇസ്തിഅലാഇൻ്റെ അക്ഷരം, ഇസ്തിഅലാഇൻ്റെ ഹർഫ് ഉണ്ടാവുകയും ചെയ്യുക. ഇങ്ങനെ 5 നിയമങ്ങൾ. ഈ 5 നിയമങ്ങളും വളരെ സിമ്പിളായിട്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് റാഉകൾ വരുമ്പോൾ തഫ്ഖീമാണോ തർഖീഖാണോ? തർഖീഖിൻ്റെ നിയമങ്ങൾ 2ാം ഭാഗത്തിൽ നമ്മൾ പഠിക്കും. ഇവിടെ പ്രത്യേകം പഠിക്കുന്നത് തഫ്ഖീമാണ്. ആ തഫ്ഖീമിൻ്റെ നിയമങ്ങൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് നമ്മളെ പാഠത്തിലൊരു ബൈത്ത് കൊടുത്തിട്ടുണ്ട്. ആ ബൈത്ത് 2 ബൈത്തുകളുണ്ട് പാഠത്തിൽ, തദ്രീബാത്തിലും ഒന്ന് തദ്രീബാത്ത് അല്ലാതെ പാഠത്തിലായിട്ട് കൊടുത്ത് ആ 2 ബൈത്തും ഒന്ന് കേട്ട് നോക്കാം. ഖിർത്താസും ഇർസാദും റാഇന തഫ്ഖീമായിട്ടോദേണേ ഇസ്തിഅലാഇൻ ഹർഫ റാഇൻ പിറകിൽ കാരണമറിയേണേ. ഇർജിഅ റാഇനു മുന്നിൽ വന്നത് ആരിദ് കസ്റാനറിയേണേ. അമിർതാബു മുൻഫസില കസ്റിദിൽ തഫ്ഖീമായിട്ടോദേണേ. ഫജ്റുൻ ഗഫാറുൻ ഖുസ്റുൻ വഖഫിൽ തഫ്ഖീമാനറിയേണേ. റാഇനു മുമ്പ് സുക്കൂനാണ്, അതിനും മുമ്പേ ഫത്ഹും ദമ്മാണേ. ഇനി അതിൽ തദ്രീബാത്തിൽ 1ാമത്തെ, നഖ്റഉൽ ആയാത്തിൽ ആതിയത വ നുലാഹിദു സബബ തഫ്ഖീം റാ. ഇവിടെ കുറച്ച് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും തഫ്ഖീം, റാഇനെ തഫ്ഖീം ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഇർജിഇ എന്നുള്ളത് എന്താണ്? റാഇന് മുമ്പ് കെസ്ർ മുൻഫസിലായിട്ട് വന്നു. അവിടെ പുതുതായി അല്ല, മുൻഫസിലല്ല, ആരിദായിട്ട് വന്നു. പുതുതായിട്ട് എന്ത് വരിക? കെസ്ർ വരിക. അതാണ് ഇർജിഇ. ഇനി ഇലാ റബ്ബിക്ക് എന്നുള്ളത് എന്താ? റാഇന് ഫത്തഹാണ്, അതന്നെ മതി കാരണം.
റാളിയ എന്നുള്ളിടത്തും റാഇന് ഫത്തഹാണ്. അപ്പോൾ റാഇന് ഫത്തഹ ആയതുകൊണ്ട് അവിടെ റാഇന് എന്ത് ചെയ്യണം? തഫ്ഖീം ചെയ്യണം. ഇനി അടുത്തത് മർലിയ എന്നുള്ളിടത്ത് റാ സുക്കൂനാണ്, റാഇൻ്റെ മുമ്പുള്ളതിന് ഫത്തഹ് വന്നു. അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ 3 കാരണം വന്നത്. ഒന്നാമത്തെ പറഞ്ഞത് റാ സുക്കൂന്, അതിന് മുമ്പ് 6 ലാ സുക്കൂന് വന്നു. രണ്ടാമത്തെ റാഇന് ഫത്തഹായി. മൂന്നാമത്തും റാഇന് ഫത്തഹായി. റാഇന് ഫത്തഹോ ലൊമ്മ വരിക എന്നുള്ള നിയമത്തിൽപ്പെട്ടതാണത്. അടുത്ത മർലിയ എന്നുള്ളത് റാ സുക്കൂന്, റാഇൻ്റെ മുമ്പുള്ളതിന് ഫത്തഹോ ലൊമ്മ വന്നു എന്നുള്ള ഒരു നിയമം. അങ്ങനെ ഇനി അടുത്ത അഊദു ബി റബ്ബി, അഊദു ബിക, അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. അവിടെ റബ്ബി എന്നുള്ളിടത്ത് റാഇന് ഫത്തഹാണ്, റാഇന് ഫത്തഹ ആയതിൽ നിന്ന് തഫ്ഹീം ചെയ്തോളണം. അടുത്ത യഹ്ളുറൂൻ എന്നുള്ളിടത്ത് റാഇന് ലൊമ്മാണ് വന്നത്, അവിടെ റാഇന് തഫ്ഹീം ചെയ്യണം. ഒന്നാമത്തെ നിയമം റാഇന് ഫത്തഹോ ലൊമ്മ ആവുക. ഇനി അടുത്ത ഫീ ഖുലൂബിഹിം മറളുൻ, അവിടെ തന്നെ റാഇന് ഫത്തഹാണ് വന്നത്, അതുകൊണ്ട് തഫ്ഹീം ചെയ്യണം. അടുത്തത് അമിർ താബു, അമിർ താബു എന്നുള്ളിടത്ത് റാഇന് സുക്കൂനാണ്, റാഇന് മുമ്പുള്ള കസർ മുൻഫസിലായിട്ട് വന്നു. റാഇൻ്റെ കസർ ഒരു കലിമത്തിലും അതുപോലെ റാ സുക്കൂനായ ഒരു കലിമത്തിലും റാഇന് മുമ്പ് കസർ മറ്റൊരു കലിമത്തിലുമായിട്ട് വന്നു. ഇനി അടുത്ത് തഖ്സീസിലുള്ളത് നഖറ സൂറത്തുൽ ഇസ്രാ വനക്തഫു മിന്ന മഹല്ലാത്ത് തഫ്ഹീം റാ, സൂറത്തുൽ ഇസ്രാ പാരായണം ചെയ്യാനാണ്. പാരായണം ചെയ്യുമ്പോൾ റാഇനെ തഫ്ഹീം ചെയ്യുന്ന ഈ 5 നിയമങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അതിൽ രണ്ടാമത്തേത് നഹ്ഫദ്, സൂറത്ത് ഹിഫുളാക്കാനുള്ളതാണ്. സൂറത്ത് യാസീനിലെ 34-ാമത്തെ ആയത്ത് മുതൽ 38-ാമത്തെ ആയത്ത് വരെ ഹിഫുളാക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതോടെ നമ്മുടെ പാഠത്തിൽ തദ്രീബാത്ത് ഇവിടെ അവസാനിച്ചു. തജ്വീദുൽ ഖുർആനിലെ 12 പാഠങ്ങളും നമ്മൾ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പരിശുദ്ധ ഖുർആനിനെ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ക്ലാസ് കേട്ടതും അല്ലാഹു നമ്മൾ പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. എല്ലാവർക്കും പരീക്ഷകളിലൊക്കെ അല്ലാഹു തആല ഉന്നത വിജയം നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.